കൈക്കൂലിക്കേസിൽ ഇ ഡിക്ക് നൽകിയ കത്തിന് മറുപടി കാത്ത് വിജിലൻസ്. ഇ ഡിക്കെതിരെ പരാതി നൽകിയ വ്യവസായിക്കെതിരായ PMLA കേസിന്റെ വിശദാംശങ്ങളാണ് വിജിലൻസ് ഇ ഡിയോട് ചോദിച്ചിരിക്കുന്നത്. ഇ ഡി ഉദ്യോഗസ്ഥർക്കെതിരെ കൈക്കൂലി ആരോപണം ഉന്നയിച്ചവർക്കെല്ലാം ഇ ഡി സമൻസ് അയച്ചിരുന്നോ എന്നും വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. വിവരങ്ങളുമായി ഇപ്പോൾ ഉമേഷ് കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. ഉമേഷ്, കഴിഞ്ഞ ദിവസമാണ് വിജിലൻസ് നോട്ടീസ് നൽകിയത് ഇ ഡിക്ക്, പ്രത്യേകിച്ചും അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിന് നോട്ടീസ് നൽകുകയും ചെയ്തത്. ഇപ്പോൾ നിലവിൽ ആ മറുപടി കാത്തിരിക്കുകയാണ്. ഇ ഡി ഇതുവരെ മറുപടി നൽകിയിട്ടില്ല. നേരത്തെ തന്നെ ഇ ഡി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുള്ള വിവരങ്ങൾ ദില്ലിയിൽ നിന്ന് വരികയും ചെയ്തിരുന്നു. ഏതായാലും വിജിലൻസ് വിടാതെ പിന്നാലെയുണ്ട് ഇ ഡിക്ക് പിറകെ. അതെ സിജു, ഇന്നലെയാണ് വിജിലൻസ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഇ ഡി ഓഫീസിലെത്തി കത്ത് നൽകിയത്. ആ കത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നത്, ഇ ഡി നേരത്തെ കേസെടുത്ത വ്യവസായി അനീഷ് ബാബു, ഇയാൾക്കെതിരായ PMLA കേസിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമാക്കണം എന്നുള്ളതാണ് വിജിലൻസിൻ്റെ ആവശ്യം. നേരത്തെ വിജിലൻസ് അത് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ അപ്പോൾ ഇ ഡി മറുപടിയായി പറഞ്ഞത് എന്തൊക്കെ കാര്യങ്ങൾ വേണം എന്ന് കൂടുതൽ വ്യക്തത വരുത്തണം എന്നായിരുന്നു ഇ ഡിയുടെ മറുപടി. ഈ സാഹചര്യത്തിലാണ് ഈ അനീഷ് ബാബുവിനെതിരെ രജിസ്റ്റർ ചെയ്ത ആ കേസിൻ്റെ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ECIR അനീഷ് ബാബുവിന് അയച്ച സമൻസിൻ്റെ വിശദാംശങ്ങളടക്കം ലഭ്യമാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് വിജിലൻസ് നേരിട്ട് കത്ത് നൽകിയിരിക്കുന്നത്. ആ കത്തിന് മറുപടി കാക്കുകയാണ് വിജിലൻസ്. ഇത് ലഭിച്ചാലുടൻ തുടർ നടപടിയിലേക്ക് കടക്കും. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ ഇടനിലക്കാരായ 3 പേരെ അറസ്റ്റ് ചെയ്തിരുന്നു. അവരുടെ മൊഴി വിജിലൻസ് പരിശോധിച്ച് വരുന്നുണ്ട്. അവരിൽ നിന്ന് പിടിച്ചെടുത്ത ലാപ്ടോപ്പ്, ഒപ്പം മൊബൈൽ ഫോൺ വിശദാംശങ്ങളടക്കമുള്ള കാര്യങ്ങൾ അത് തിരുവനന്തപുരം ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്നുള്ള കൂടുതൽ വിവരങ്ങൾ, അതിൻ്റെ പരിശോധനാ ഫലം ലഭിക്കുന്ന മുറയ്ക്കൊക്കെ ആയിരിക്കും ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാറിനെ ഈ കേസിൽ 1-ാം പ്രതിയാക്കിയിട്ടുണ്ട്. ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യുക ഈ ഫലം ലഭിക്കുന്നതിൻ്റെ കൂടി പശ്ചാത്തലത്തിലായിരിക്കും. ഒപ്പം ഈ ഇടനിലക്കാരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച മറ്റൊരു വിവരം, ഒപ്പം പരാതിക്കാരനിൽ നിന്ന് ലഭിച്ച വിവരം, ഈ പരാതിക്കാരനോട് കൈക്കൂലി നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു അക്കൗണ്ട് നമ്പർ നൽകിയിരുന്നു. ആ അക്കൗണ്ട് നമ്പർ ഉള്ളത് മുംബൈ താനയിലുള്ള ഒരു കമ്പനിയുടേതാണ് എന്ന് വിജിലൻസ് കണ്ടെത്തിയിരുന്നു. ആ കമ്പനിയെ അന്വേഷിച്ച് വിജിലൻസ് സംഘം താനയിൽ വിശദമായ അന്വേഷണം നടത്തി. അപ്പോൾ ഇതൊരു ചെറിയൊരു കമ്പനിയാണ്, ഒരു തട്ടിക്കൂട്ട് കമ്പനിയാണ് എന്ന വിവരമാണ് വിജിലൻസിന് നേരിട്ട് ബോധ്യമായത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണത്തിലേക്ക് പോകേണ്ടതുണ്ട്. ആ അന്വേഷണം നടക്കുന്നുണ്ട്. അത് എന്തൊക്കെ കാര്യങ്ങൾ ഇനി കണ്ടെത്താനുണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ വിശദീകരിക്കാൻ കഴിയില്ല എന്ന് വിജിലൻസ് SP അല്പം മുമ്പ് പറഞ്ഞു. ഏതായാലും സിജു സൂചിപ്പിച്ചതുപോലെ ഇ ഡിക്ക് പിന്നാലെ തന്നെ വിജിലൻസ് ഉണ്ട്. പരമാവധി തെളിവുകൾ ശേഖരിച്ച ശേഷം ഈ പ്രതി ചേർക്കപ്പെട്ട 1-ാം പ്രതിയായ ശേഖർ കുമാറിനെ ചോദ്യം ചെയ്യാൻ തന്നെയാണ്. ഉമേഷ്, അത് തന്നെയാണ് ഈ വിഷയങ്ങൾ ഉണ്ടായപ്പോൾ ഇ ഡിക്കെതിരെ ഈ ആരോപണങ്ങൾ വരുമ്പോൾ പൊതുജനം കാത്തിരിക്കുന്നത് എന്തുകൊണ്ട് ഇ ഡി ഉദ്യോഗസ്ഥൻ ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യുന്നില്ല, ചോദ്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതിലെ പ്രധാനപ്പെട്ട വിഷയം, ഇ ഡി പോലൊരു ദേശീയ അന്വേഷണ ഏജൻസിയുടെ പ്രധാനപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കസ്റ്റഡിയിലെടുക്കുമ്പോൾ മതിയായ തെളിവുകൾ വേണം. സ്വാഭാവികമായിട്ട് ഇപ്പോൾ നടക്കുന്ന ഫോറൻസിക് പരിശോധന, ഡിജിറ്റൽ തെളിവുകളുടെ പരിശോധന അടക്കം, അതിൻ്റെ റിസൾട്ട് അടക്കം വരേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഇപ്പോൾ നൽകിയ നോട്ടീസിന് കൃത്യമായ മറുപടിയും കിട്ടേണ്ടതുണ്ട്. ഏതായാലും ശേഖർ കുമാർ റഡാറിൽ തന്നെയാണ്. കൃത്യമായ തെളിവുകൾ കിട്ടിയാൽ ശേഖർ കുമാറിനെ അറസ്റ്റ് ചെയ്യും, ആ ചോദ്യം ചെയ്യലിലേക്ക് പോവുകയും ചെയ്യും. അങ്ങനെ തന്നെ നമുക്ക് വിലയിരുത്താം. അതെ സിജു, നിലവിൽ ഈ പരാതിക്കാരൻ്റെ മൊഴിപ്രകാരമാണ് ശേഖർ കുമാറിനെ ഈ FIRൽ 1-ാം പ്രതിയാക്കിയിരിക്കുന്നത്. ഒപ്പം മറ്റ് 3 പേരെ വളരെ പെട്ടെന്ന് തന്നെ അറസ്റ്റിലേക്ക് പോവുകയും ചെയ്തു. കാരണം അവർക്കെതിരെ തെളിവുകൾ ശക്തമാണ്. ഈ കൈക്കൂലി ആവശ്യപ്പെട്ടതിൻ്റെയും ഇടനിലക്കാരായി എങ്ങനെ പ്രവർത്തിച്ചു എന്നതിൻ്റെയൊക്കെ വ്യക്തത വിജിലൻസിനുണ്ട്. അതുകൊണ്ടാണ് അവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയത്. പക്ഷേ ശേഖർ കുമാറിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല. നേരിട്ട് ശേഖർ കുമാറുമായി ബന്ധപ്പെടുത്തുന്ന തെളിവുകൾ ലഭ്യമാക്കേണ്ടതുണ്ട്. അതൊരു പക്ഷേ ഇപ്പോൾ ഈ തിരുവനന്തപുരത്ത് ഫോറൻസിക് ലാബിൽ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകൾ അതായിരിക്കാം എന്ന് വിജിലൻസിൻ്റെ ഒരു നിഗമനമുണ്ട്. അതുകൊണ്ടാണ് ആ ഫലത്തിന് വേണ്ടി കാത്തിരിക്കുന്നത്. ഒപ്പം അനീഷ് ബാബുവിന് അയച്ച സമൻസും അനീഷ് ബാബുവിനെതിരെ രജിസ്റ്റർ ചെയ്ത ECIR അടക്കം വിജിലൻസ് പരിശോധിക്കുന്നുണ്ട്. ഈ സമൻസ് തുടർച്ചയായി അയക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ എന്തായിരുന്നു, അനീഷ് ബാബുവുമായി ഏതൊക്കെ തരത്തിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിജിലൻസ് അന്വേഷിച്ച് വരികയാണ്. ആ പരിശോധനാ ഫലം തന്നെയാണ് നിർണായകം. അത് ലഭിച്ച ശേഷമായിരിക്കും തുടർ നടപടിയിലേക്ക് പോവുക. ശരി, ഉമേഷാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.